വെൽക്കം ടു ഗ്രേസ് പാത്ത്. സ്പെസിഫിക് ആയ രോഗലക്ഷണങ്ങളില്ലാത്ത ഒരു ക്യാൻസറാണ് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒവേറിയൻ ക്യാൻസർ അഥവാ അണ്ഡാശയങ്ങൾക്കുണ്ടാകുന്ന അർബുദ രോഗം. മറ്റു പല നിസ്സാര രോഗങ്ങൾക്കും ഉണ്ടാകാറുള്ളത് പോലെ വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, വയറുവേദന ഇതൊക്കെയാകാം ഒവേറിയൻ ക്യാൻസറിന്റെയും ആദ്യ ലക്ഷണങ്ങൾ. ഈ ക്യാൻസർ കണ്ടെത്തുന്നത് രോഗം മൂർച്ഛിച്ച നിലയിലായിരിക്കും പലപ്പോഴും. അതുകൊണ്ട് തന്നെ സംശയമുള്ളവരിൽ സാധാരണ ചെയ്യാറുള്ള ഒരു ബ്ലഡ് ടെസ്റ്റായ CA-125 കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവയാണ് ഗർഭാശയത്തിന്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ഓവറി അഥവാ അണ്ഡാശയങ്ങൾ. അണ്ഡത്തിന് പുറമെ സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് ഓവറിയാണ്. സ്ത്രീകളിൽ കാണുന്ന മറ്റു പല ക്യാൻസറുകളും പോലെ സാധാരണമല്ല ഒവേറിയൻ ക്യാൻസർ. അതായത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസറുകളിൽ 5ാം സ്ഥാനമാണ് ഒവേറിയൻ ക്യാൻസറിനുള്ളത്. എന്നാൽ സ്പെസിഫിക് ആയ ലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ കണ്ടെത്തുന്നത് പ്രയാസവുമാണ്. അതിനാൽ ഒവേറിയൻ ക്യാൻസർ മൂലമുള്ള മരണം സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റു ക്യാൻസറുകൾ മൂലമുണ്ടാകുന്ന മരണത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒവേറിയൻ ക്യാൻസറിനെ ഒരു സൈലന്റ് കില്ലർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് CA-125 അഥവാ ക്യാൻസർ ആന്റിജൻ 125? ഓവറികളുടെ ലൈനിങ് സെൽസ് പുറപ്പെടുവിക്കുന്ന ഒരു ആന്റിജനിക് ട്യൂമർ മാർക്കറാണ് CA-125. ഓവറിക്ക് പുറമെ യൂട്രസിന്റെ ഇന്നർ ലൈനിങ് ആയ എൻഡോമെട്രിയം, ഫലോപ്പിയൻ ട്യൂബിന്റെ ലൈനിങ്, ശ്വാസകോശത്തിന്റെ ആവരണമായ പ്ലൂറ, ഹാർട്ടിന്റെ ആവരണമായ പെരിക്കാർഡിയം, വയറിലെ പെരിറ്റോണിയം ഇവയിൽ നിന്നൊക്കെ ഈ ആന്റിജൻ ഉണ്ടാകുന്നുണ്ട്. CA-125 ബ്ലഡ് ടെസ്റ്റ് രക്തത്തിലെ CA-125ന്റെ അളവാണ് മെഷർ ചെയ്യുക. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഈ CA-125 ബ്ലഡ് ടെസ്റ്റ് നമുക്ക് പ്രയോജനപ്പെടും? ഒവേറിയൻ ക്യാൻസറിന് വേണ്ടി ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് നമ്മൾ CA-125 യൂസ് ചെയ്യുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ്. ഉദാഹരണത്തിന് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ലേഡീസ്, അതായത് സഹോദരിമാർക്കോ അമ്മയ്ക്കോ ഒവേറിയൻ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് ഒവേറിയൻ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ വൻകുടലിനുണ്ടാകുന്ന ക്യാൻസർ, കോളൻ ക്യാൻസറോ ഉള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവരൊക്കെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരുടെ ഗണത്തിൽപ്പെടുത്താം. അങ്ങനെയുള്ളവർക്ക് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഹൈ റിസ്ക് കാറ്റഗറി. ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത് ചില ജനിതകപരമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്ന ആളുകളാണ്. അതായത് ചില ജീനുകളിൽ വ്യത്യാസമുള്ള ആളുകൾ. ഉദാഹരണത്തിന് BRCA1 അല്ലെങ്കിൽ BRCA2 ജീനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒവേറിയൻ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ ആളുകളെല്ലാം നമുക്ക് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്താം. ഇങ്ങനെയുള്ള ആളുകൾക്ക് CA-125 ബ്ലഡ് ടെസ്റ്റ് ഒവേറിയൻ ക്യാൻസറിനുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒവേറിയൻ ക്യാൻസറിന്റെ ഡയഗ്നോസിസിനായിട്ട് CA-125 ടെസ്റ്റ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പെൽവിക് സ്കാൻ എടുക്കുമ്പോൾ യൂട്രസിന്റെ അടുത്തായിട്ട് ഒരു മുഴ കാണപ്പെടുന്നു. ഇത് ഒവേറിയൻ ക്യാൻസർ ആണോ എന്നറിയാനായിട്ട് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ട് CA-125 ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഓവറിയിൽ ഉണ്ടാകുന്ന പലതരം ക്യാൻസറുകളിൽ ഒവേറിയൻ എപ്പിത്തീലിയൽ ട്യൂമർ ഉള്ള 80% സ്ത്രീകൾക്കും ഉയർന്ന CA-125 ലെവൽ കാണാറുണ്ട്. ഇനി CA ഓവറിയുടെ ട്രീറ്റ്മെന്റിന് ശേഷം ചികിത്സാ പുരോഗതി വിലയിരുത്താനായിട്ട് നമുക്ക് CA-125 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. CA-125 വാല്യൂ ഇരട്ടിക്കുന്നതോ പകുതിയാവുന്നതോ ഒക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഓപ്പറേഷന് മുൻപും പിൻപും ഉള്ള CA-125 ലെവൽ വെച്ച് പ്രോഗ്നോസിസ് നിർണ്ണയിക്കാനാകും.
ചികിത്സയ്ക്ക് ശേഷവും തുടർച്ചയായിട്ട് ഉയർന്നു തന്നെ കാണപ്പെടുന്ന CA-125 ലെവൽ ഒരു പുവർ പ്രോഗ്നോസിസ് ആണ് കാണിക്കുന്നത്. ഒരു 3 സൈക്കിൾ കമ്പൈൻ തെറാപ്പിക്ക് ശേഷം നോർമൽ ആകുന്ന CA-125 ഒരു നല്ല ചികിത്സാ പുരോഗതി കാണിക്കുന്നു. ഒവേറിയൻ ക്യാൻസറിന് പുറമെ എൻഡോമെട്രിയൽ, പെരിറ്റോണിയൽ, ഫലോപ്പിയൻ ട്യൂബ് ഇവയ്ക്കൊക്കെ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് CA-125 വെച്ച് നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഇനി CA-125ന്റെ നോർമൽ റേഞ്ച് എത്രയാണെന്ന് നോക്കാം. 0 to 35 യൂണിറ്റ്സ് പെർ ml ആണ് CA-125ന്റെ നോർമൽ ലെവൽ. അതായത് മോർ ദാൻ 35 യൂണിറ്റ്സ് പെർ ml സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം, പ്രത്യേകിച്ചും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ. ഇനി ഏർലി ഒവേറിയൻ ക്യാൻസേഴ്സ് കണ്ടെത്താൻ ഈ CA-125 ടെസ്റ്റിന് പരിമിതമായ ഉപയോഗമേ ഉള്ളൂ. കാരണം ഒവേറിയൻ ക്യാൻസറിൻ്റെ ആദ്യ സമയങ്ങളിൽ CA-125ന്റെ ലെവൽ വേണമെങ്കിൽ നോർമൽ ആകാം. ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ CA-125 ലെവൽ നോക്കി അത് ഉയർന്നതാണെന്ന് കണ്ട് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഓപ്പറേഷൻ സമയത്തുണ്ടാകുന്ന ടിഷ്യൂ ഡാമേജ് മൂലവും ഉയർന്ന CA-125 ലെവൽ ഉണ്ടാകാം. ഇനി CA-125 ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാം? ഗർഭിണികളിലും ആർത്തവത്തിന്റെ സമയത്തും യാതൊരു രോഗവും ഇല്ലാതെ തന്നെ CA-125 ഉയർന്നു കാണപ്പെടാം. ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലാണ് ശരിക്കും CA-125 ബ്ലഡ് ടെസ്റ്റ് കൂടുതൽ ഉപകാരപ്പെടുക. അതുപോലെ തന്നെ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ്, ട്യൂബിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അണ്ഡാശയത്തിലെ ക്യാൻസർ അല്ലാത്ത മുഴകൾ ഇവയിലും CA-125 ഉയർന്നു കാണപ്പെടാം. അതോടൊപ്പം സിറോസിസ് പോലെയുള്ള കരൾ രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, വൃക്കസ്തംഭനം, ഹൃദ്രോഗങ്ങൾ, ട്യൂബർക്കുലോസിസ് ഇവയിലും ഉയർന്ന CA-125 ലെവൽ കണ്ടേക്കാം. ഇനി ഒവേറിയൻ ക്യാൻസറിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻഡോമെട്രിയൽ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ലങ്, ബ്രസ്റ്റ് എന്നീ ഓർഗൻസിലുണ്ടാകുന്ന ക്യാൻസർ ഇവയൊക്കെ CA-125 ഉയർത്തുന്നവയാണ്. സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിലും ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവരിലും CA-125 ബ്ലഡ് ടെസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ചും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ മോർ ദാൻ 35 യൂണിറ്റ്സ് പെർ ml എന്ന വാല്യൂ അത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. ഇനി ക്യാൻസർ എന്ന് സംശയിക്കുന്ന മുഴകളുള്ളവർക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായും ഇത് ഉപയോഗിക്കാം. ഒവേറിയൻ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് ശേഷം ചികിത്സാ പുരോഗതി നിർണ്ണയിക്കാനൊക്കെയാണ് പ്രധാനമായും CA-125 ഉപയോഗപ്പെടുത്തുന്നത്. CA-125 ഉയർന്നു നിൽക്കുന്ന എല്ലാവർക്കും ഒവേറിയൻ ക്യാൻസർ അല്ല. ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് ഇങ്ങനെ ക്യാൻസർ അല്ലാത്ത രോഗങ്ങളിലും ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നിങ്ങനെ ഓവറിയിൽ അല്ലാത്ത ക്യാൻസറുകളിലും ഇത് ഉയർന്നു കാണപ്പെടാം. അതേസമയം ഒവേറിയൻ ക്യാൻസറിൽ തന്നെ ഏർലി സ്റ്റേജിൽ ചിലപ്പോൾ CA-125 നോർമലായി കാണപ്പെടാം. അതുകൊണ്ട് തന്നെ CA-125 ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട്സ് എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രം ഇന്റർപ്രറ്റ് ചെയ്യുക. തുടർന്നുള്ള സ്കാനുകൾ, ഉദാഹരണത്തിന് പെൽവിക് അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ, MRI സ്കാൻ അവയൊക്കെയും അതുപോലെ തന്നെ ചില ബ്ലഡ് ടെസ്റ്റുകളും, ഉദാഹരണമായിട്ട് സിറം ഹ്യൂമൻ എപ്പിഡിഡൈമിക് പ്രോട്ടീൻ 4 അഥവാ HC4 എന്നിവയും ഒക്കെ ഒവേറിയൻ ക്യാൻസർ ആണോ എന്ന് ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഡയഗ്നോസിസ് കൺഫേം ചെയ്യേണ്ടത് ഒരു ബയോപ്സി ടെസ്റ്റിന്റെ സഹായത്തോടു കൂടി തന്നെ ആണ്. തീർച്ചയായും ഈ വീഡിയോ CA-125 എന്ന ബ്ലഡ് ടെസ്റ്റിനെ പറ്റിയും ഒവേറിയൻ ക്യാൻസറിന്റെ ഡയഗ്നോസിസിനെ പറ്റിയും ഒക്കെ കുറച്ച് വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു.